ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരു ഫ്രം ഡ്രീംലാൻഡ്. നല്ല ടേസ്റ്റിയായ ഒരു എഗ് കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം മിക്സി എടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ട ഒരു കൂട്ട് അരച്ച് വെക്കാവേ. അതിന് കുറച്ച് മല്ലിയിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും പിന്നെ ഒരു 10-15 കശുവണ്ടിയും കൂടെ ഇട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണേ. ഇനി പാൻ വെച്ച് അതിൽ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വലിയ സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് അത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണേ. ഇനി അതിലേക്ക് ഒരു 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഇതിന് വേണ്ട മസാലകളൊക്കെ ചേർക്കാവേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവയെല്ലാം നന്നായി വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാവേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഒന്ന് നന്നായി വഴറ്റിയ ശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ചേർത്ത് നന്നായി തിളപ്പിക്കണം. കുറച്ച് സമയം നന്നായി തിളച്ചതിന് ശേഷം ഇനി എഗ്ഗ് ചേർക്കാവേ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. എഗ്ഗ് ചേർത്ത ശേഷം കുറച്ച് സമയം ഒന്ന് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് കറി റെഡിയായ ചപ്പാത്തി, അപ്പം, ഗീ റൈസ് എന്തിൻ്റെ കൂടെയും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഉറപ്പായി നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.